sensational. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൊറിയൻ രാമനാണ്. കൊറിയൻ രാമൻ. ഇന്ന് നമ്മൾ പിള്ളേർ ഇതിപ്പോൾ കൊറോണ വൈറസ് ഒക്കെ പ്രമാണിച്ച് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. പിള്ളേർക്ക് സ്കൂൾ ഹോളിഡേയ്സ് ആണ്. അപ്പോൾ പിള്ളേർ പറഞ്ഞവർക്ക് കൊറിയൻ രാമൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അതേക്കുറിച്ച് ചെറിയ റിസർച്ചൊക്കെ ചെയ്തു. വളരെ സിമ്പിളാണ്, ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണിത്. പക്ഷേ നമുക്ക് നമ്മുടേതായ രീതിയിലും കൊറിയൻ സ്റ്റൈൽ, ഇത് കൊറിയൻ്റെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാത്തവർ അത് മറക്കാതെ ചെയ്യുക. ഒന്ന് ഈ റാമൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കൊറിയൻ കടയിൽ ചെന്നപ്പോൾ അവർ സജസ്റ്റ് ചെയ്തത് സാംയാങ്ങിൻ്റെ ചിക്കൻ ഹോട്ട് ഫ്ലേവറാണ്. അവർ പറഞ്ഞ് വളരെ നല്ലതാണ്, നിങ്ങൾ ഹോട്ട് ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതുകൊണ്ടുപോയി ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞ് തന്നു വിട്ടതാണ്. അതോ ഇനി അവരുടെ കടയിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഏതൊക്കെയായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി ഇതൊരു ഫാസ്റ്റ് ഫുഡ് സ്റ്റൈലായിട്ടുള്ള സാധനം, വളരെ ചീപ്പാണ്. നമ്മുടെ നാട്ടിൽ മാഗിയൊക്കെ പോലത്തെ ഒരു നൂഡിൽസാണ്, പക്ഷേ കൊറിയൻ സ്റ്റൈലായിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെയായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള സ്പ്രിംഗ് ഒനിയൻ നമ്മൾ കട്ട് ചെയ്തു. ഇത് കുറേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടി ഉപയോഗിക്കും. ബാക്കിയുള്ളത് ഗാർണിഷ് ചെയ്ത് നമുക്ക് കഴിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇനി പൊടിച്ച് നോക്കാം. ഇതിനകത്ത് കിട്ടിയിരിക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് 2 കൂട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് രാമൻ്റെ ഷേപ്പ്. നമ്മൾ സാധാരണ കിട്ടുന്നതിൽ നിന്നും വ്യത്യാസപ്പെട്ട് ഇങ്ങനെ ചുരുണ്ടാണ് ഇത് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സോസ് ആയിട്ടുള്ളതാണ്. ഇതിട്ട് വേണം നമുക്ക് അതിൻ്റെ ബ്രോത്ത്, അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട്. ഇതതിൻ്റെ ഫ്ലേവേഴ്സാണ്. ഇത് നമുക്ക് അവസാനം ചേർത്താൽ മതി. എന്താ പറയുന്നത്, സാഷയ്ക്ക് വേണ്ടത് 500 ml വെള്ളമാണ്. നമുക്കത് ആദ്യം ഒഴിച്ച് തിളപ്പിക്കാം. ഇത് ഓൾറെഡി ചൂടുള്ള വെള്ളം തന്നെയാണ്. ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഈ പാക്കറ്റ്, ഇതാണ് ഇതിൻ്റെ സോസ് ആയിട്ടുള്ളത്. ഈ സോസ് നമുക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ബ്രോഷ് ഉണ്ടാക്കിയെടുക്കണം ആദ്യം. ഈ മോൾ ഭാഗം വേണം നമുക്ക് തുറക്കാനായിട്ട് കണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കൊറിയൻ അറിയത്തില്ല കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പടമൊക്കെ കണ്ടു വേണം നമുക്ക് ചെയ്യാനായിട്ട്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം പതിയെ. അഞ്ച് മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യണം. അതിനുശേഷം 4ാമത്തെ മിനിറ്റിൽ മുട്ട ആഡ് ചെയ്യണം. 2 മിനിറ്റായി. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിന് വേണ്ട ഫ്ലേവർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ അത് ഡ്രൈ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളൊരു മിക്സാണിത്. സ്വല്പം സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യാം. നാല് മിനിറ്റായി. ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റും കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. പറഞ്ഞ സമയമായിട്ടുണ്ട്. ഏകദേശം 6 മിനിറ്റോളം നമ്മളിപ്പോൾ കുക്ക് ചെയ്തു. ഇതിലേക്ക് ആക്കി നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി മറ്റു പാത്രത്തിലേക്ക് മാറ്റായത്. പാത്രത്തിലേക്ക് ഇതെടുക്കാം. ഇനി ഇതിൻ്റെ ഗാർണിഷ് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. Okay. Ooh, that's nice. Nice.
It's very chewy. And yeah, tasty, chewy, spicy. Spicy is the best thing. Yeah. So delicious. A burning sensation at the back of your throat. It's really spicy, and when you have it hot or like first let it cool down a little bit and then have it a good spicy. It's a bearable spicy. I'm gonna try kimchi. Kimchi. Okay. I got a bit of everything, hopefully. When you come back from work and you want quick snack. രാമൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇച്ചിരി സ്പൈസി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ കുറേശ്ശെ ഒന്ന് കുറച്ചെടുത്താൽ മതി. പിള്ളേർക്കായതുകൊണ്ട് ഒന്ന് സ്പൈസി ആയിട്ട് ഇതിന് സ്പൈസി ഉണ്ട് കേട്ടോ. ഇത് ഹോട്ടാണ്, പക്ഷേ ഇത് വളരെ നന്നായിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ വൈകുന്നേരം വെള്ളമൊക്കെ അടിച്ചിട്ടിരുന്നിട്ട് വിറ്റോസി എടുക്കാൻ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് കൊറോണ ടൈമിൽ എന്തെങ്കിലും ഫ്ലൂവോ കാര്യങ്ങളുള്ള സമയത്തും അടിപൊളി സാധനമാണ്.